ബഹുമാനികളെ, ആ കിട്ടിയ കൈയുണ്ടല്ലോ, ബോഡി കിട്ടിയിട്ടില്ല. ബോഡി ആൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ കിട്ടിയത് കൈയാണ് അല്ലെങ്കിൽ കാലാണ്. അതിൻ്റെ മേൽ നിസ്കരിക്കണം, കഫൻ ചെയ്യണം, മറമാടണം എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ആ കിട്ടിയ മയ്യത്തിൻ്റെ ആ കയ്യിൻ്റെ മേൽ എങ്ങനെ ഇപ്പോൾ നിസ്കരിക്കാമെന്നാണ്. അതിനോട് പറഞ്ഞത്, നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടത് ഖസ്ദ് ജുംലത്തിൽ മയ്യത്തി, ആ മനുഷ്യൻ്റെ മൊത്തം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മയ്യത്തിൻ്റെ മേലിലുള്ള ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ്. ലാ ജുസുഉഹു, അല്ലാതെ കയ്യിൻ്റെ മേലുള്ള നിസ്കാരമല്ല. ആ മയ്യത്തിൻ്റെ ആകത്തുക മൊത്തം ആ മയ്യത്തിനെ മനസ്സിൽ കരുതിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേക്കിന് ആ മയ്യത്തിൻ്റെ ബോഡി കിട്ടിയെന്ന് വിവരം കിട്ടിയാലോ, വതജിബു ഇആദത്തു സ്വലാഹ്, നിസ്കാരത്തെ മടക്കി നിസ്കരിക്കുക നിർബന്ധമാണ്. ആദ്യം നമ്മൾ കയ്യിന് നിസ്കരിച്ചു, ആ കയ്യിനെ മറമാടി, പിന്നീടാണ് മയ്യത്തിൻ്റെ ബോഡി കിട്ടിയെന്ന് അറിഞ്ഞത്. അപ്പോൾ ആ മയ്യത്തിൻ്റെ ബോഡി വന്നാൽ വീണ്ടും നിസ്കാരത്തെ മടക്കൽ നിർബന്ധമാകുന്നു. അതുപോലെ ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ നഖം വെട്ടാറുണ്ട്. നഖം വെട്ടുമ്പോൾ ആ നഖത്തിനെ കുഴിച്ച് മൂടണം എന്നാണ്, സുന്നത്താണത്. നഖത്തെ കുഴിച്ച് മൂടാത്തവരുണ്ടെങ്കിലേ നഖമൊക്കെ എന്ത് ചെയ്യണം, മണ്ണിലിട്ട് മൂടണം, അവിടെ പൊതിയണ്ട. മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും അവയവങ്ങളൊക്കെ മുറിക്കപ്പെട്ടു പോയാൽ അതിനെ പൊതിയും വേണം, അതിനെ മറമാടും വേണം. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇൻകാന നഹ്വ യദിൻ, കൈ പോലോത്തതാണെങ്കിൽ പൊതിയും വേണം, മറമാടുകയും വേണം. വ ദഫ്നുഹു ഫഖത്ത്, മറമാടിയാൽ മാത്രം മതി, പൊതിയണ്ട. ഇൻകാന നഹ്വ ലുഫ്രിൻ, നഖം പോലത്തതാണെങ്കിൽ. അപ്പം മനുഷ്യൻ്റെ കയ്യുമ്പത്തെ നഖങ്ങളൊക്കെ ആഴ്ചയിൽ നമ്മൾ വെട്ടുന്ന നഖങ്ങളൊക്കെ ഇങ്ങനെ നിലത്തേക്ക് അങ്ങനെ ഇട്ടിട്ട് അത് ഉറുമ്പ് ഇങ്ങനെ കൊണ്ടുപോകും. കുറച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് അങ്ങനെ എടുത്ത് അങ്ങനെ വലിച്ചങ്ങനെ കൊണ്ടുപോകും. അതിന് കണ്ട ആ നഖം എന്ത് ചെയ്യുക, മണ്ണിലിട്ട് മൂടൽ സുന്നത്താണ്. അവിടെ എന്ത് ചെയ്യണ്ട, പൊതിയണ്ട. തുണിയിലോ കടലാസോ ഒന്നും പൊതിഞ്ഞിട്ട് കുഴിച്ചു മൂടണ്ട. ഇൻഷാ അല്ലാഹ് ഒസ്ലുൽ മയ്യത്താണ് ഇനി പറയാൻ പോണത്. മയ്യത്തിനെ കുളിപ്പിക്കലാണ്. യജിബു ഒസ്ലുൽ മയ്യത്തി വലു ഒരീഖൻ, വെള്ളത്തിൽ മുങ്ങി മരിച്ച മയ്യത്താണെങ്കിലും മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ആൾ വെള്ളത്തിൽ നിന്നാണ് പോകുന്നത്, ആൾ സൂപ്പറാ, ചളിയും പൊളിയൊന്നുമില്ല, വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്, എന്നാലും കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഔ അസീരൽ മലായികത്തി അവിൽ ജിന്നി, മലക്കുകൾ വന്ന് കുളിപ്പിച്ചിരിക്കണ മയ്യത്തിനെ. അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ചില മയ്യത്തിനൊക്കെ വന്നിട്ട് മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജിന്നുകൾ വന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ശരി, മുക്കല്ലഫീങ്ങളായ നാട്ടിലുള്ള മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഫർളായ കാര്യമാണേത്, മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത്. അത് കുളിപ്പിക്കൽ നിർബന്ധമാകുന്നു. ഫഇൻ തഅദ്ദറ വസ്ലുഹു ലിഫഖദി മാഇൻ ഔ ഗാസിലിൻ ഗൈറ അജ്നബിയിൻ, കുളിപ്പിക്കൽ പ്രയാസം നേരിട്ടു. എന്തുകൊണ്ട്? ലിഫഖദി മാഇൻ, വെള്ളമില്ല, കുളിപ്പിക്കാൻ വെള്ളമില്ലാത്തൊരു സമയാവട്ടിക്കോളി. എന്നാൽ ഔ ഗാസിലിൻ ഗൈറ അജ്നബിയിൻ, അവിടെ ഭാര്യ മരിച്ചു അല്ലെങ്കിൽ ഒരു പെണ്ണ് മരിച്ചു, കുളിപ്പിക്കാൻ അവിടെ ആരുമില്ല, ഒറ്റ പെണ്ണുങ്ങളുമില്ല, ഒരു അന്യപുരുഷനേ ഉള്ളൂ, ഒരു അന്യപുരുഷനേ അവിടെ ഉള്ളൂ. സങ്കല്പിക്കുക. അങ്ങനത്തെ ഘട്ടം വരികയാണെങ്കിൽ ഔലി നഹ്വി ഇഹ്തിറാഖിൻ, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ് മരിച്ചത്, അല്ലാഹു തആല കാക്കട്ടെ. മഞ്ചേരിയിൽ പണ്ടൊരു തീപിടുത്തം ഉണ്ടായിരുന്നു, വലിയ തീപിടുത്തമാണ്. പടക്കപ്പീടിയിൽ നിന്നൊരു ബാണ അങ്ങോട്ടാണ് പോയി അപ്പുറത്തെ പീടിയത്ത അതും കത്തിപ്പിടിച്ച് ആകങ്ങോട്ട് തീ പിടിച്ചിട്ട് മലപ്പുറം മഞ്ചേരിയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിൻ്റെ മുമ്പിലാണ്. അതിലുണ്ട്, റോട്ടിലുണ്ട്, കത്തിക്കരിഞ്ഞിട്ടൊരു മയ്യത്ത് ഇങ്ങനെ കിടക്കണ്, നമ്മൾ കണ്ടതാണ്. അങ്ങനെ കത്തിക്കരിഞ്ഞു പോയ മയ്യത്ത്, അങ്ങനത്തെ ദുരന്തങ്ങൾ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള സമയത്ത് കുളിപ്പിക്കാൻ പ്രയാസം നേരിടും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഔ ഖൗഫിൻ അലൽ ഓസിലി, അല്ലെങ്കിൽ കുളിപ്പിക്കുന്ന ആൾക്ക് വല്ലാത്ത പേടിയാണ്. എന്താ? ഈ കിടക്കുന്ന മയ്യത്തിന് മാരകമായ രോഗമുണ്ട്, ഈ കുളിപ്പിക്കുന്ന ആൾക്ക് ഇയാളെ രോഗത്തെ പടരോ, കൊറോണയ്ക്ക് നമുക്ക് ഉദാഹരണമാണ്.
അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? യുമ്മിമ, തയമം ചെയ്ത് മയ്യത്തിനെ എന്തെയാക്കണം? ശുദ്ധീകരിക്കണം. വെള്ളം കൊണ്ട് പറ്റണില്ല, അല്ലെങ്കിൽ കുളിപ്പിക്കുന്ന അങ്ങനെ പ്രയാസം നേരിട്ട് കാണും, അല്ലെങ്കിൽ അജ്നബിയായ ഒരാൾ അവിടെ ഉള്ളത്, പെണ്ണാണ് മരിച്ചത്, കുളിപ്പിക്കാൻ ഒരു പെണ്ണുമില്ല, ഒറ്റ ആണുണ്ട്, അതാണെങ്കിൽ അന്യപുരുഷനുമാണ്. ഇങ്ങനത്തെ ഘട്ടമൊക്കെ വരികയാണെങ്കിൽ ആ മയ്യത്തിന് എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. ഇൻഷാ അല്ലാ അവിടെ തന്നെ പറയുന്നുണ്ട്, ബി ഹാഇലിൻ, ഗ്ലൗസ് എന്തെങ്കിലുമൊക്കെ കൈമിടണം, മറ വേണം. ഇൻകാനൽ മുയമ്മിമു അജ്നബിയൻ, ഈ തൈമം ചെയ്യുന്ന ആൾ അന്യ പുരുഷനാണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷൻ മരിച്ചു അന്യ പെണ്ണാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കയ്യും എന്തായാലും മറ വേണം. അത് കുളിപ്പിക്കുന്നിടത്തും നമ്മൾ പറയുന്നുണ്ട്, ഫ ഇൻ അംകന ഒസ്ലുഹു ബില മസ്സിൻ വല നളിരിൻ മിനൽ അജ്നബി, ഇങ്ങനെ നോക്കാതെ തൊടാതെ കുളിപ്പിക്കാൻ സൗകര്യം നേരിട്ടാൽ, ഏതുപോലെ ക ഓം സിഹി ഫി നെഹ്റിൻ ഖരീബിൻ മിൻഹു, തൊട്ടടുത്തൊരു പുഴയുണ്ട്, ആ പുഴയ്ക്ക് കൊണ്ടേക്കാണ്ട് ഈ മയ്യത്തിനെ ഫി സിയാബിഹി സാബിഖ, ആകെ മൂടുന്ന ഒരു വസ്ത്രത്തിൽ ഈ മയ്യത്തിനെ ആക്കിയിട്ട് എന്ത് ചെയ്തു? ആണ് കൊണ്ടേക്കാണ്ട് അങ്ങനെ പുഴയിലാണ് മുക്കിയിരുത്തു. അങ്ങനെ ആണെങ്കിലും എന്ത് വേണം? സൗകര്യപ്പെട്ടാലും വജബ, ഈ ഗ്ലൗസ് കയ്യുമ്മലേ മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് നോക്കാനൊന്നും പാടില്ല എന്നാണ്. അത് നമ്മൾ പറയുന്നുണ്ട്. മയ്യത്തിനെ കുളിപ്പിക്കാൻ കിടത്തിക്കഴിഞ്ഞാൽ മയ്യത്തിൻ്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണെന്നും മയ്യത്തിൻ്റെ ശരീരഭാഗത്തിലേക്ക് നോക്കലും പാടില്ല, കറാഹത്താണെന്നൊക്കെ പറയുന്നു.